തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ ഏറ്റുപറഞ്ഞ് CPM പാലക്കാട് മേഖല റിപ്പോർട്ടിംഗ്. വലിയ പാർട്ടിയാണ് എന്ന വിചാരത്തിൽ ഘടകകക്ഷികളോട് പെരുമാറിയത് തിരിച്ചടിയായെന്ന് റിപ്പോർട്ട്. ക്ഷേമ പദ്ധതികൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന മനോഭാവവും തിരിച്ചടി ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് CPM ഏറ്റുവാങ്ങിയത്. അതോടൊപ്പം അതിന്റെ കാരണങ്ങൾ ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പാലക്കാട് മേഖല റിപ്പോർട്ടിംഗ് വന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പാർട്ടിയാണ് എന്ന വിചാരത്തിൽ ഘടകകക്ഷികളോട് പെരുമാറിയതും തിരിച്ചടിക്ക് കാരണമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് ഈ പരാജയത്തിന്റെ കാരണമായി എന്നുൾപ്പെടെയാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണങ്ങൾ ഏറ്റുപറയുകയാണ് CPMന്റെ പാലക്കാട് മേഖല റിപ്പോർട്ടിംഗ്. പ്രാദേശികമായി വർദ്ധിച്ച പാർലമെന്ററി മോഹം വിഭാഗീയത ചെറുക്കുന്നതിലെ വീഴ്ചക്കുറവും തിരിച്ചടിയായി എന്ന് നേതാക്കൾ പറയുകയുണ്ടായി. മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന മനോഭാവവും തിരിച്ചടിയായി. ന്യൂനപക്ഷ ഏകീകരണം UDF ഫലപ്രദമായി ഉപയോഗിക്കുന്നത് അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, LDFന് അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ പാർട്ടിയാണെന്ന വിചാരത്തിൽ ഘടകകക്ഷികളോട് പെരുമാറരുത് എന്നും CPIയുമായി നല്ല ഐക്യത്തിൽ പോകണമെന്നും റിപ്പോർട്ടിങ്ങിനിടെ CPM നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും കൃത്യമായിട്ട് ഈ UDFന്റെ ഭാഗത്തു നിന്നും ന്യൂനപക്ഷ വോട്ടുകളെ അവർ സമാഹരിക്കുമ്പോൾ തങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ CPMനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇതിൽ CPIയോടുള്ള മനോഭാവം അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം CPMന്റെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ S അജയ്കുമാർ CPIയെയും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ CPIയോടുള്ള മനോഭാവം ഉൾപ്പെടെ ശരിയല്ല എന്നുൾപ്പെടെയാണ് മേഖലാ റിപ്പോർട്ടിംഗിൽ പറയുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.